പരം സുന്ദരി എന്ന ബോളിവുഡ് ചിത്രമാണ് ഇപ്പോൾ സംസാര വിഷയം. ചിത്രത്തിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. ജാൻവി അവതരിപ്പിക്കുന്ന സുന്ദരി എന്ന കഥാപാത്രം മലയാളിയാണ്. ട്രെയിലറിൽ ജാൻവിയുടെ മലയാളം കേട്ട് മലയാളികൾ ശരിക്കും ഞെട്ടി. ഇത്രയും മോശമാണ് അതിലെ ഉച്ചാരണവും മലയാളത്തിലെ ഡയലോഗും. മലയാളവും ഹിന്ദിയും നന്നായി സംസാരിക്കുന്ന എത്രയോ മലയാളി നടിമാരുണ്ട്. അവരെ ആരെങ്കിലും കൊണ്ട് അഭിനയിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഡബ് ചെയ്യിപ്പിക്കാമായിരുന്നു എന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. ജാൻവിയുടെ അമ്മ അന്തരിച്ച നടി ശ്രീദേവി നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സ്വന്തം ശബ്ദത്തിൽ ശ്രീദേവി മലയാളത്തിൽ ഡബ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ മലയാള സിനിമാ രംഗത്ത് നിന്നും അത്ര നല്ല അനുഭവങ്ങളല്ല ശ്രീദേവിക്കുണ്ടായത്. കരിയറിലെ തുടക്കകാലത്ത് ശ്രീദേവിക്ക് മലയാള സിനിമാ ലോകത്ത് നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ നടി കുട്ടി പദ്മിനി ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ബാലതാരമായി അഭിനയിച്ചിരുന്ന കുട്ടി പദ്മിനി അക്കാലത്ത് ശ്രീദേവിയുടെ സുഹൃത്തായിരുന്നു. മുതിർന്നപ്പോൾ ശ്രീദേവി നായികയായി. എന്നാൽ കുട്ടി പദ്മിനി നായികയായി ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇതേക്കുറിച്ച് സംസാരിക്കവെയായിരുന്നു കുട്ടി പദ്മിനിയുടെ പരാമർശം. മോശം സമീപനങ്ങളാൽ താൻ പല സിനിമകളും വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നെന്നാണ് കുട്ടി പദ്മിനി പറഞ്ഞത്. ഇതിന് കാരണവും ഇവർ വ്യക്തമാക്കി. ഞങ്ങൾ ബാലതാരമായി അഭിനയിച്ചിരുന്ന സാവിത്രി അമ്മയുടെ കാലഘട്ടം വേറെയായിരുന്നു. എന്നാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ, പ്രൊഡ്യൂസർ, ഡയറക്ടർ എന്നിവരെയൊക്കെ പ്രീതിപ്പെടുത്തേണ്ട അവസ്ഥയായി. പലരും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. ശ്രീദേവി എത്രമാത്രം പ്രശ്നങ്ങൾ നേരിട്ടെന്ന് എനിക്കറിയാം. അവളുടെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനും ശ്രീദേവിയും 3 മലയാളം സിനിമകളിൽ ഒന്നിച്ചഭിനയിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം എന്നെ ഒഴിവാക്കി. മോശം പ്രവണതകൾ അക്കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് പേർ ഹിന്ദി സിനിമാ രംഗത്തേക്ക് രക്ഷപ്പെട്ട് ഓടിയത്. കാരണം ഹിന്ദി സിനിമാ രംഗത്ത് അത്തരം കാര്യങ്ങൾ അന്ന് കുറവായിരുന്നു. ഇപ്പോൾ ഹിന്ദിയിലും ഇത് സാധാരണമായി മാറിയെന്ന് പദ്മിനി ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇന്ന് വരുന്ന നടിമാർ പണക്കാരായതിനാൽ അപ്രോച്ച് ചെയ്യാൻ പലരും ഭയക്കുന്നെന്നും കുട്ടി പദ്മിനി അന്ന് പറഞ്ഞു. മലയാളത്തിൽ താരതമ്യേന കുറച്ച് സിനിമകളെ ശ്രീദേവി ചെയ്തിട്ടുള്ളൂ. തമിഴിലും തെലുങ്കിലും താരമായ ശ്രീദേവി പിന്നീട് ബോളിവുഡിലെ താരറാണിയായി മാറി. എങ്കിലും ശ്രീദേവിയെ മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ്.